കാരണവ വിളിക്കുന്നത്. ഞാൻ തീഹാർ ജയിലിൽ നിന്ന് വന്ന ശേഷം നാട് മുഴുവൻ പാട്ടായിണ്ടല്ലോ. ഹലോ, ആ നേതാവാണോ? ആ ശരി ശരി ശരി. ഞാൻ ഇന്നലെ തീഹാർ ജയിലിൽ നിന്ന് തന്നെ വിട്ടു, പൂർണ്ണമായിട്ട് വിട്ടു. ഞാൻ കേരളത്തില് 3 പീഡന കേസിലാണല്ലോ ഞാൻ കണ്ണൂർ പോയത്. കണ്ണൂർ പോയിട്ട് ഒരു 10 ദിവസം കിടന്നവിടെ അവിടുത്തെ പിള്ളേരൊക്കെ എന്നെ ചവിട്ടി കൂട്ടി ഒഴിച്ചിൽ മാതിരിയായിരുന്നു. പിന്നെ എനിക്ക് ബോധമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ല, അല്ലെങ്കിൽ എനിക്ക് ബോധമില്ലെന്നല്ല എല്ലാവരും പറയണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിയ്യൂർക്ക് കൊണ്ടുവന്നു. വിയ്യൂർ കൊണ്ടുവന്നിട്ട് പിന്നെ ആ കേസ് 6 3 എന്നുള്ളത് 6 എങ്ങനെ ആയതൊന്നും എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ തിരുവനന്തപുരം ജയിലിലേക്ക് കൊണ്ടുപോയി. അവിടെ 24 മണിക്കൂർ ഷെഡിൽ നിർത്തിയിട്ടായിരുന്നു കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്നെ തീഹാറിലേക്ക് കൊണ്ടുപോയത്. അപ്പൊ എനിക്ക് കേസ് 12 എങ്ങനെയാ 12 കേസ് വന്നതെന്ന് അറിയില്ല. തീഹാറിൽ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര സ്വീകരണമായിരുന്നു. 12 പീഡന കേസിലെ ഒരാളായ നിലയ്ക്ക് അവർക്ക് നമ്മളൊരു കിങ്ങായി. അവിടെ സുഖമായിരുന്നു കേട്ടോ, നല്ല ഭക്ഷണവും. അവിടെയൊക്കെ ഹിന്ദിക്കാരും മര്യാദക്കാരാ, നമ്മുടെ മലയാളത്തിൻ്റെ മാതിരിയല്ല, അവർ തല്ലൊന്നുമില്ല. അവിടെ സുഖമായിരുന്നു, ഞാൻ രാജാവായിരുന്നു. കേസിന്റെ വിധി എനിക്ക് അനുകൂലമായി. കോടതി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവരെ പീഡിപ്പിച്ചതല്ല, അവർ 12 ആളെ എന്നെയാണ് പീഡിപ്പിച്ചതെന്ന് കോടതി കണ്ടെത്തിയത്. ഇപ്പൊ കേന്ദ്രത്തിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുക. ഈ വിഷയം ഇന്ത്യ ഒട്ടാകെ അറിഞ്ഞല്ലോ. അപ്പോ കേന്ദ്രത്തിൽ നിന്ന് വിളിക്കുക, മന്ത്രിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വിളിന് എന്നെ MP ആക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ അടുത്ത ലോക്സഭയിലേക്ക് ചിലപ്പോൾ എനിക്ക് ഒരു സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. 3 ആളും വിളിക്കുന്നുണ്ട്, 3 പാർട്ടിക്കാരും വിളിക്കുന്നുണ്ട്. ഞാൻ ഇത്തിരി ശക്തിയുള്ളവരെ കൂടെ കൂടാന്ന് വെച്ചിട്ടാ. ഇനി മന്ത്രിയായിട്ടൊന്ന് വരണം. ഏതായാലും ഇത്തിരി ഇടിയും കുത്തും ചോട്ടൊക്കെ കിട്ടിയതല്ലേ. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 3 പീഡന കേസ് എങ്ങനെ 12 പീഡന കേസായി കേരളത്തില്? അതെനിക്കൊരു പിടിയും കിട്ടണില്ല. ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടണില്ല. ശരി ശരി, നേതാവ് വിളിച്ചതിൽ സന്തോഷം. ഞാൻ നാളെ ഡൽഹിയിൽ പോവും. നാളെ അവിടെ കേന്ദ്രമന്ത്രിയായിട്ടൊരു ചർച്ചയുണ്ട്. പീഡനത്തിനെ കുറിച്ച്, എങ്ങനെ പീഡനം ഒഴിവാക്കാൻ, കേസുകൾ വന്നാൽ എങ്ങനെ രക്ഷിച്ചെടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചർച്ചയാണ്. ശരി ശരി ശരി, ഞാൻ കേന്ദ്രമന്ത്രിയായിട്ട് കേരളത്തിലേക്ക് വരുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ.